ഞാനൊക്കെ സെമിനാരി പഠിക്കുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് കത്തെഴുതുമായിരുന്നു. ഒരു കത്ത് വരാൻ കാത്തിരുന്ന നാളുകളാണ്. ഒരു കത്ത് വരുമ്പോൾ, ഇന്ന് പോസ്റ്റ്മാൻ വരുമ്പോൾ ഇന്ന് നമുക്ക് കത്തുണ്ടെങ്കിൽ ആഹ്ലാദത്തോടെ ഓടിച്ചെന്ന് കത്ത് വാങ്ങിച്ച് പൊട്ടിച്ച് വായിക്കുമ്പോൾ ആ കത്തിനകത്ത് നമുക്കൊരാളുടെ ഹൃദയം കാണാം. ആ കത്തിനകത്ത് നമുക്ക് ഒരാളുടെ ഹൃദയമിടിപ്പുകൾ കേൾക്കാം. ഇന്ന് SMS-ൻ്റെയും ഇൻസ്റ്റഗ്രാം മെസ്സേജിൻ്റെയും ഫേസ്ബുക്ക് മെസ്സഞ്ചറിൻ്റെയും ഒക്കെ കാലത്ത് കത്തുകളുടെ ഉൾത്തുടിപ്പുകളെ നിങ്ങൾ കേൾവിക്കാർക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് ഇന്ന് പറയുമ്പോൾ പോലും എൻ്റെ ഹൃദയം വികാരം കൊണ്ട് നിറയുന്നുണ്ട്. അന്ന് കഷ്ടപ്പാടും കണ്ണുനീരും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞൊരു വീട്ടിൽ നിന്ന് ഒരമ്മ മകന് എഴുതുകയാണ്. അതിനകത്ത് മുഴുവൻ സങ്കടങ്ങളും പ്രയാസവും ഭാരവും ദുഃഖമൊക്കെയാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 1-2 കത്തുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ആ കത്തിനകത്ത് ഹൃദയമുണ്ട്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഈ കത്ത് പോസ്റ്റ്മാൻ്റേതാണെന്ന്? പോസ്റ്റ്മാൻ അത് കൊണ്ടുവന്നതാണ്. ആരാണ് ഈ കത്തെഴുതിയത്? ഈ കത്തെഴുതിയത് ആരാണോ കത്ത് നമുക്ക് അയച്ചത് അയാളാണ്. ഗബ്രിയേൽ മാലാഖ പോസ്റ്റ്മാനാണ്. ഈ കത്തയച്ചത് പിതാവായ ദൈവമാണ്. ആ പിതാവിൻ്റെ തേജസ്സിൻ്റെ അടുത്ത് നിൽക്കുന്നൊരു മാലാഖയെ പറഞ്ഞയച്ചു നസറത്തിലെ ഒരു കൊച്ചു വീട്ടിലേക്ക്. എന്നിട്ട് പറഞ്ഞു, പറയുക, ഞാൻ ഈ പെൺകുട്ടിയെ വിളിക്കുന്നത് കൃപ നിറഞ്ഞവളേ എന്നാണ്. എനിക്ക് മനസ്സിലാവാത്തത്, പിതാവായ ദൈവം ഇത്രയും ബഹുമാനത്തോടെ കണ്ട പിതാവായ ദൈവം മാനവരാശിയുടെ ചരിത്രത്തിൽ പിറന്നു വീണ അനേക കോടി മനുഷ്യരിൽ ഇത്രയും വിലയുള്ളതായി കണ്ട ഈ മഹനീയ വനിതാരത്നത്തെ എന്തുകൊണ്ടാണ് മനുഷ്യരിത്രയും നിസ്സാരമായി കാണുന്നത്? മാതാവിനെ അവഹേളിക്കുന്ന കാനായിലെ കല്യാണ വീടിൻ്റെ ഉപമ പറഞ്ഞും, ഈശോയെ കാണാൻ വന്നപ്പോൾ ആരാണെൻ്റെ അമ്മ, ആരാണെൻ്റെ സഹോദരൻ എന്ന് ചോദ്യം ചോദിച്ച ഭാഗത്തെ വ്യാഖ്യാനിച്ചുമൊക്കെ മറിയത്തെ മുട്ടത്തോടായി വ്യാഖ്യാനിക്കുന്ന അനേക ലക്ഷം ക്രൈസ്തവ നാമധാരികളുടെ അവഹേളനങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ വേദനയുണ്ട്. ആ വേദന എന്തുകൊണ്ടാണ് ദൈവം മാനിച്ചവരെ നമുക്ക് മാനിക്കാൻ പറ്റാത്തത്? അപ്പോൾ ഈ കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ അത് പിതാവായ ദൈവത്തിൻ്റെ വാക്കുകളാണത്. ഇനി മറ്റൊരു കാര്യം, ഞാൻ ആ പ്രാർത്ഥനയെ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ഒരിക്കലും ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ റോഡിൽ നിന്നിങ്ങനെ അച്ചോ അച്ചോ എന്ന് പരിഹാസ രൂപത്തിൽ വിളിച്ചു. അപ്പം നമുക്ക് മാനുഷികമായി ഒരല്പം നീരസവും ദേഷ്യമൊക്കെ വരാം. അച്ചോ അച്ചോ എന്ന് ഒരു പ്രത്യേക ടോണിലാണ് വിളിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇയാൾ എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത് എന്ന ഭാവേന അങ്ങോട്ട് നോക്കുമ്പോൾ എന്നോട് വേറൊരാൾ പറഞ്ഞു, അത് മൈൻഡ് ചെയ്യേണ്ട അച്ഛാ, അത് കള്ളിൻ്റെ പുറത്ത് പറയുന്നതെന്ന് പറഞ്ഞു. കള്ളിൻ്റെ പുറത്ത് പറയുന്നതാണ്. എന്താണ് ആ വാക്ക്, ആ പദം, ആ സെൻറ്റൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ എന്താണ് ഈ പറയുന്നതെന്ന് അറിയാമോ? ഇയാളല്ല പറയുന്നത്, കള്ളാണ് പറയുന്നത്. ഇയാളാണ് പറഞ്ഞതെങ്കിൽ അതിനെ സീരിയസ് ആയിട്ട് എടുത്തു. ഇത് കള്ളാണച്ചാ. ഇപ്പം മദ്യലഹരിയിൽ ഒരാളൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ സാധാരണ മാനുഷിക വ്യവഹാരങ്ങളിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ പറയും, പോട്ടച്ച, അത് അയാളല്ല പറഞ്ഞത്, കള്ളിൻ്റെ പുറത്ത് പറഞ്ഞതാണ്. ഒരിക്കലൊരു സ്ത്രീ ഈ പരിശുദ്ധ കന്യകാമറിയത്തെ കണ്ടപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഇങ്ങനെ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലം അനുഗ്രഹീതമാണ്. അപ്പോൾ എങ്ങനെ ഉദ്ഘോഷിച്ചത്? പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അപ്പോൾ ഒരാൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഒരു കാര്യം പറഞ്ഞാൽ അതാരുടെ വാക്കാണ്? പറഞ്ഞയാളുടെ വാക്കല്ല, പരിശുദ്ധാത്മാവിൻ്റെ വാക്കാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി മറിയം എലിസബത്ത് ഇപ്രകാരം ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലം അനുഗ്രഹീതമാണ്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഇതാരുടെ വാക്കാണ്? ഇതാരാണ് പറഞ്ഞത്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന് വിളിച്ച ഒരു സ്ത്രീയെ മനുഷ്യർക്ക് നിന്ദിക്കാൻ കഴിയുമോ? ദൈവം ബഹുമാനിച്ചവരെ മനുഷ്യർ താഴ്ത്തിക്കെട്ടരുത്. ദൈവം ഉയർത്തി കാണിച്ചവരെ മനുഷ്യർ നിലത്തിട്ട് ചവിട്ടാൻ പാടില്ല.